മുക്കുവണ്ടം നൽകി പണം തട്ടിയെന്ന പരാതിയിൽ കൊശമറ്റം ഫിനാൻസ് മാനേജർ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസ്. കോഴിക്കോട് താമരശ്ശേരി പോലീസാണ് കൊശമറ്റം ഫിനാൻസ് ഈങ്ങാപ്പുഴ ബ്രാഞ്ചിലെ ജീവനക്കാർക്കെതിരെ കേസെടുത്തത്. ഈങ്ങാപ്പുഴയിലെ ചാത്തം കണ്ടത്തിൽ ഫിനാൻസിയേഴ്സിന്റെ പരാതിയിലാണ് നടപടിയുണ്ടായത്. സംഘടിതമായി ഗൂഢാലോചന നടത്തി വഞ്ചന കാണിച്ചെന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് താമരശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. 1-ാം പ്രതി കൊശമറ്റം ഫിനാൻസ് മാനേജർ ബിന്ദുവാണ്. 2-ാം പ്രതി ആഭരണം പണയം വെച്ച നോബി ജോർജ്. 3ഉം 4ഉം പ്രതികൾ കൊശമറ്റം ഫിനാൻസിലെ മറ്റ് ജീവനക്കാരും. ഈ മാസം 16-ാം തീയതിയാണ് പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത്. കൊശമറ്റം ഫിനാൻസിൽ പണയം വെച്ച 4 മോതിരങ്ങൾ നോബി ഈങ്ങാപ്പുഴയിൽ തന്നെയുള്ള ചാത്തംകണ്ടത്തിൽ ഫിനാൻസിയേഴ്സിലേക്ക് ടേക്ക് ഓവർ ചെയ്യാനായി എത്തി. രേഖകൾ പരിശോധിച്ച ചാത്തംകണ്ടത്തിൽ ഫിനാൻസിയേഴ്സ് 1,39,500 രൂപ അനുവദിക്കുകയും 4 മോതിരങ്ങൾ കൊശമറ്റം ഫിനാൻസിൽ നിന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. മോതിരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മുക്കുവണ്ടമാണെന്ന് മനസ്സിലായത്. ഇക്കാര്യം കൊശമറ്റം ഫിനാൻസിൽ അറിയിച്ചെങ്കിലും അവർ കൈയൊഴിഞ്ഞെന്നാണ് പരാതി. കൊശമറ്റം ഫിനാൻസിൽ ചെന്ന് ഇത് വ്യാജ സ്വർണ്ണമാണ്, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ സ്വർണം എടുത്തുപോലും നോക്കാതെ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ സ്വർണം തിരിച്ചെടുക്കില്ല, ഇത് മാറ്റു കുറഞ്ഞ സ്വർണ്ണമാണ്, അതുകൊണ്ടാണ് ഞങ്ങളത് ഇവിടുന്ന് മാറ്റിയതെന്ന്. അങ്ങനെ അവർക്ക് പൂർണ്ണമായി ഇത് വ്യാജ സ്വർണ്ണമാണെന്ന് ബോധ്യമുള്ളപ്പോൾ അവർ പോലീസിൽ കേസ് കൊടുക്കുന്നതിനോ ആ വിഷയം അല്ലാതെ പരിഹരിക്കുന്നതിനോ പകരം തൊട്ടടുത്തുള്ള അതേപോലെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ, ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ തലയിൽ കെട്ടിവെച്ച് അവരെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ബിസിനസ്സിൽ ചെയ്യാവുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇടപാടുകാരന് തിരികെ നൽകിയത് സ്വർണ്ണാഭരണം തന്നെയാണെന്നാണ് കൊശമറ്റം ഫിനാൻസിന്റെ വിശദീകരണം. ഈ കസ്റ്റമർ വന്നിട്ട് പറയുന്നത് നിങ്ങൾ തന്ന ഗോൾഡിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ചാത്തങ്കണ്ടം പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളോട് സംസാരിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ കസ്റ്റമർക്ക് നമ്മൾ കൊടുത്തു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ ലീഗൽ ഫോർമാലിറ്റീസും എല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം കസ്റ്റമർ വെച്ച ഗോൾഡിന് നമ്മൾ തിരിച്ച് അവർക്ക് കൊടുത്തു. പിന്നെ അതിന് ശേഷം അവിടെ എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. അതാണ് അവിടെ നടന്ന സംഭവം. അതിനുശേഷം പിന്നെ ആരെങ്കിലും വന്ന് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടുന്ന് കൊടുത്ത ഗോൾഡ് ആയതുകൊണ്ട് നമുക്ക് അതിൽ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇനി അവിടെ എന്ത് സംഭവിച്ചു നമുക്ക് അറിയില്ല. പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അന്വേഷണം തുടരുകയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.